ഇതന്ന് 10-ാം തീയതി, ഇന്നലെ 10-ാം തീയതി അല്ലേ. ഇന്നലെ കൊണ്ടുപോയിട്ട് ഒന്നും കച്ചവടമായില്ല. അതാ ഇഡ്ഡലി അങ്ങനെ മാവ് തിരിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പാലത്തിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചുട്ട് വെച്ചിരിക്കുകയാണ് പാലത്ത്. പിന്നെ സാമ്പാർ ഒക്കെ ബാക്കിയാണ്, അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കച്ചവടം ആയിട്ടില്ല പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാമെന്ന് അറിയില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ 10 രൂപയ്ക്കാണ് ഒരു ഇഡ്ഡലി കൊടുക്കുന്നത്. 5 സ്റ്റാർ ഹോട്ടലൊക്കെ 10-20 രൂപ, ആ ടോളിൻ്റെ അവിടെയൊക്കെ 20 രൂപയാണ് പറയുന്നത് കേട്ടോ ഒരു ഇഡ്ഡലിക്ക്. ഇതുപോലത്തെ ഒരു ഇഡ്ഡലിക്ക് 20 രൂപയാത്ര ടോളിൻ്റെ അവിടെയൊക്കെ. നമ്മൾ വെറും 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് പോലും ആൾക്കാർ വരുന്നില്ല. കാരണം പറഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലല്ലേ, അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും വന്ന് കഴിക്കാനും, തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ അത് ഇത്തിരി ഓക്കെ ആക്കണം, ഇത്തിരി റൂമൊക്കെ എടുക്കണം പറഞ്ഞാൽ എങ്ങനെ പോയാലും വടക്കഞ്ചേരിയിലൊക്കെ 50,000 രൂപയുണ്ടാവും. ഞാൻ പണിക്ക് പോയാൽ പോലും എനിക്ക് 50 രൂപ എൻ്റെ വാടകയും കൊടുത്ത് പണിക്കും പോയി ഇതൊന്നും ചെയ്യാൻ പറ്റും തോന്നിയില്ല. അതാണ് നമ്മൾ റോഡ് സൈഡ് വണ്ടി ഇട്ടിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ ദൈവം പോലും നമ്മുടെ അടുത്ത് കണ്ണ് തുറക്കുക പറഞ്ഞൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെന്താ ചെയ്യുക? എന്നാൽ ഇത് ഡയറക്റ്റ് നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ എന്താ പറയണ, ഇത് 5 സ്റ്റാർ ഹോട്ടലിൽ 4-5 ദിവസത്തെ പഴകിയതാണ് ആൾക്കാർ പോയിട്ട് തിന്നും. നമ്മൾ അന്നന്നാ ഉണ്ടാക്കി കൊടുത്താലും ആൾക്കാർക്ക്, അന്നന്നാ ഉണ്ടാക്കിയാലും ആൾക്കാർക്ക് നമ്മുടെ അവിടെ വരാൻ മടിയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അവിടെ ബൾബും കമ്മിയാണ്, എല്ലാം കമ്മിയല്ലേ, അത് കാരണമായിരിക്കാം. അപ്പോൾ വീട് ഇതിന് 6,000 രൂപയാണ് വാടക. 6,000 രൂപ കൊടുക്കണ്ടേ? 6,000 രൂപ വാടക കൊടുക്കണം, ഒരുപാട് ചിലവുണ്ട്. കറണ്ട് ബില്ല് ഇപ്പം ഇങ്ങനെ ദിവസം ഗ്രൈൻഡർ അരയ്ക്കുന്ന കാരണം ഇപ്രാവശ്യം കറണ്ട് ബില്ല് വന്നിരിക്കുന്നത് 700-800 രൂപയാണ് കറണ്ട് ബില്ല് വന്നിരിക്കുന്നത്. അത് കൊടുക്കണം. ഇങ്ങനെ കച്ചവടം നടന്നാൽ എങ്ങനെ കൊടുക്കും ഞാൻ അറിയില്ല, എന്താ ചെയ്യാന്നല്ലോ. ഇതാണ് വീട്, കാണിച്ചിട്ടുണ്ടല്ലോ നാഗത്തിൻ്റെ അമ്പലം. ദൈവങ്ങളൊന്നും നമ്മുടെ അടുത്ത് കരയുന്നില്ല. നമ്മൾ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളൊരു വ്യക്തി, എന്നിട്ടും ദൈവം നമ്മളെ കരയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക?